നമസ്കാരം. വിരമിക്കാൻ 5 മാസം ശേഷിക്കെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി.കെ. ജയരാജനെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയതിനെ ചൊല്ലിയുള്ള വിവാദ കോലാഹലങ്ങൾ ഇനിയും അടങ്ങിയിട്ടില്ല. ഈ വിഷയത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരിൽ അമർഷം പുകയുകയാണ്. ലഹരി കേസുകൾ പിടികൂടുകയും ബിനാമി കള്ളുഷാപ്പ് നടത്തിപ്പുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അടിയന്തര സ്ഥലമാറ്റം ഉണ്ടായത്. കൊല്ലം സ്വദേശിയായ പി.കെ. ജയരാജ് ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതല ഏറ്റെടുത്ത് 3 മാസം തികയും മുൻപാണ് മലപ്പുറത്തേക്ക് മാറ്റിയത്. ഉന്നതരുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് സ്ഥലമാറ്റമെന്നാണ് ആക്ഷേപം. പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടികൂടിയ സംഭവം കൂടിയായതോടെ അതിന്റെ പേരിലാണ് സ്ഥലമാറ്റമെന്നും വ്യാഖ്യാനം വന്നു. ജില്ലയുടെ തെക്കൻ മേഖലയിലെ ചിലർ ബിനാമി പേരിൽ കള്ളുഷാപ്പുകൾ നടത്തുകയും ഈ പേരിൽ വ്യാപകമായി സ്പിരിറ്റ് ജില്ലയിലേക്ക് ഒഴുകുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ കർശന നടപടി സ്വീകരിച്ചതിന് ഡെപ്യൂട്ടി കമ്മീഷണർ ഉന്നതരുടെ കണ്ണിലെ കരടായി മാറിയിരുന്നു. ഭരണകക്ഷിയിൽ സ്വാധീനമുള്ള ഉന്നതർ ഇദ്ദേഹത്തിനെതിരെ നീക്കം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിഭ എം.എൽ.എയുടെ മകനെയും സുഹൃത്തുക്കളെയും കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി കേസെടുത്തത്. സാധാരണഗതിയിൽ വിരമിക്കുന്നതിന്റെ അടുത്ത കാലയളവിൽ സ്വന്തം സ്ഥലത്തേക്കാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ലഭിക്കാറുള്ളത്. ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥനെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത് എന്തിനെന്ന ചോദ്യവും ഉയർന്നു. ജയരാജിനെതിരെ കുറച്ചു കാലമായി തന്നെ ജില്ലയിലെ ചില പ്രമുഖർ ചരട് വലിക്കുന്നതായി സൂചനകളുണ്ടായിരുന്നു. ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി.കെ. ജയരാജിനെ സ്ഥലം മാറ്റിയത് പ്രമോഷന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് മന്ത്രി എം.പി. രാജേഷ് വിശദീകരിച്ചിരുന്നത്. അതിൽ ഒരെണ്ണം മാത്രം ഉയർത്തിക്കാട്ടിയത് ശരിയല്ലെന്നും എം.പി. രാജേഷ് പറഞ്ഞിരുന്നു. 15 പേർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർമാരായും 23 പേർക്ക് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായിട്ടുള്ള പ്രമോഷൻ ട്രാൻസ്ഫറാണ് നടന്നതെന്നും മര്യാദയില്ലാത്ത മാധ്യമപ്രവർത്തനമാണ് നടക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. വകുപ്പ് സ്ഥാനക്കയറ്റ കമ്മിറ്റി കൂടാൻ വൈകിയത് കൊണ്ടാണ് ട്രാൻസ്ഫർ നീണ്ടുപോയത്. അല്ലെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു. ഈ കലണ്ടർ വർഷം നടക്കേണ്ടതാണ്. അല്ലെങ്കിൽ വീണ്ടും DPCയിലേക്ക് പോകും. അത് ഒഴിവാക്കാനാണ് കഴിഞ്ഞ ദിവസം തന്നെ ഉത്തരവിറക്കിയത്. ഇതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് വാർത്ത വന്നത്. കണ്ടാൽ തോന്നും ഒരൊറ്റ ആളെ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന്. വേറെ ഒരു തരത്തിലും രാഷ്ട്രീയം ആരോപിക്കാനോ ഭരണപരമായ ഇടപെടൽ ആരോപിക്കാനോ കഴിയാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ ഇതെടുത്തിട്ടാവാമെന്ന് തീരുമാനിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ചെയ്തത്. ഇതിന് പിന്നിലുള്ള ദുരുദ്ദേശമാണ് വ്യക്തമാകുന്നത് എന്നായിരുന്നു എം.പി. രാജേഷ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പ്രതിഭയുടെ മകന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് പി.കെ. ജയരാജിനെ മാറ്റിയതെന്ന വ്യാഖ്യാനം വന്നപ്പോഴാണ് പ്രമോഷൻ ട്രാൻസ്ഫർ ആണെന്ന് മന്ത്രി വിശദീകരിച്ചത്. പ്രതിഭയുടെ മകന്റെ കേസ് എടുത്തത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ ജയരാജാണ്. ജില്ലയുടെ ആകെ ചുമതലക്കാരനായ ഡെപ്യൂട്ടി കമ്മീഷണർ പി.കെ. ജയരാജാണ് സ്ഥലം മാറ്റപ്പെട്ടത്. എന്തായാലും പി.കെ. ജയരാജിന്റേത് പ്രമോഷൻ ട്രാൻസ്ഫർ എന്ന വാദം തെക്കൻ മേഖലയിൽ എക്സൈസ് ഇന്റലിജൻസിന്റെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണറായി അടുത്തിടെ വിരമിച്ച ടി. അനിൽകുമാർ ഖണ്ഡിക്കുന്നു. 2.5 വർഷം മുൻപ് പ്രമോഷൻ നേടി ഡെപ്യൂട്ടി കമ്മീഷണറായ ഉദ്യോഗസ്ഥനെയാണോ വീണ്ടും ഡെപ്യൂട്ടി കമ്മീഷണറാക്കി മന്ത്രി മലപ്പുറത്തേക്ക് അയച്ചിരിക്കുന്നത്? അനിൽകുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു. രാജേഷ് മിനിസ്റ്റർ അഴിമതിയില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് പറ്റുന്ന കുഴപ്പം വകുപ്പിലെ ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് അതുപോലെ പറയുന്നതാണ്. അദ്ദേഹത്തെ പല കാര്യങ്ങളിലും കീഴിലുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ സ്ഥലമാറ്റം യഥാർത്ഥത്തിൽ എം.എൽ.എയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ടതല്ല. ആലപ്പുഴ ജില്ലയുടെ തെക്കും കിഴക്കും മേഖലകളിൽ വലിയ രീതിയിൽ സ്പിരിറ്റ് കലക്കിയ കള്ളു വിൽക്കുന്നുണ്ട്. ബിനാമികളാണ് ഈ ഷോപ്പുകൾ നടത്തുന്നത്. അവർക്കെതിരെ ജയരാജ് ശക്തമായ നടപടികൾ എടുത്തതാണ് ഈ സ്ഥലമാറ്റത്തിന് പിന്നിൽ. എക്സൈസ് ഇന്റലിജൻസിൽ ജോലി ചെയ്തപ്പോൾ ഉണ്ടായ മറ്റൊരു സംഭവം കൂടി അനിൽകുമാർ കുറിക്കുന്നു. റിട്ടയർ ചെയ്യാൻ വെറും 9 മാസം മാത്രമുള്ളപ്പോൾ ആലപ്പുഴ അടക്കം കേരളത്തിലെ 18 ഗ്രൂപ്പ് കള്ളുഷാപ്പുകളിൽ അന്വേഷണം നടത്തി ബിനാമികൾ നടത്തുന്നുവെന്ന് കണ്ടെത്തി പൂട്ടിയതിന്റെ പേരിൽ എന്നെ ഈ ലോബി സ്ഥലം മാറ്റിയിരുന്നു. അന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മന്ത്രി ശ്രീ രാജേഷ് സാർ ഇടപെട്ട ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇടപെട്ട് തന്നെ ഈ ട്രാൻസ്ഫറും ക്യാൻസൽ ചെയ്യണം. വിദേശ മദ്യം പോലെ ഗുരുതര വിഷയങ്ങളിൽ മന്ത്രിയെ ഇരുട്ടിൽ നിർത്തി പ്രവർത്തിക്കുന്ന ശക്തികൾ അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ട് എന്നുകൂടിയാണ് ഇതോടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം കുറിക്കുന്നു.